അപ്പോൾ ഒന്ന് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്ന നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. സിമ്പിളായിട്ട് മണി ഏൺ ചെയ്യാൻ പറ്റാവുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു വിഡ്രോവൽ പ്രോസസ്സ് ഒന്നുകൂടി കാണിക്കുകയാണ്. സംഭവം നിങ്ങൾക്ക് യു പി ഐഡിയിലേക്ക് സിമ്പിളായിട്ട് വിഡ്രോ ചെയ്യാം. യു പി ഐ ഡി നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മളതിൽ ഏതെങ്കിലും ഒരു ഗെയിമോ ഏതെങ്കിലും ഒന്ന് കംപ്ലീറ്റ് ചെയ്താൽ മതി. നമ്മൾ യു പി ഐ ഡി അവിടെ കൊടുത്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ഒരു പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. വളരെ സിമ്പിളാണ് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ക്യാഷ് കയറും. എൻ്റെ അക്കൗണ്ടിലേക്കും കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയ നമ്മൾ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിൻ്റെയും നമ്മുടെ ടെലഗ്രാമിൻ്റെയും നമ്മുടെ ആപ്ലിക്കേഷൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ഡെയിലി 100, 200 ഒക്കെ സിമ്പിളായിട്ട് മണി ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ മിസ് ചെയ്യേണ്ട. മാക്സിമം എമൗണ്ട് ഏൺ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. മാക്സിമം എമൗണ്ട് ഉണ്ടാക്കുക. അപ്പോൾ നമ്മളെ കൂടെ കൂടിക്കോളും മാക്സിമം എമൗണ്ട് ഏൺ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ടൈപ്പിംഗ് ജോബ് ചെയ്തുകൊണ്ട് ഏണിങ്സ് അച്ചീവ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടാണ്. ഇതിൽ പല രീതിയിലുള്ള ടൈപ്പിംഗ് വരുന്നുണ്ട്. സ്പീച്ച് റെക്കോർഡിങ്, അതോടൊപ്പം തന്നെ നമുക്ക് ഒരു വോയിസ് കിട്ടും. ആ വോയിസ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിനിപ്പോൾ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, പ്ലേ സ്റ്റോറിലൊക്കെ അവൈലബിൾ ആണ്. ആ ഒരു ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു വർക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിൽ നമുക്ക് ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഏകദേശം ഫസ്റ്റത്തെ ഒരു വാക്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കാണിച്ചു തരാണ്. അല്ലാതെ ഇവിടെ ഒരുപാട് വർക്കുകളുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതലായി ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നിങ്ങൾക്ക് മറ്റുള്ള ജോബുകളാണ് ഇതിൽ താല്പര്യമെങ്കിൽ അതിൽ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ലാംഗ്വേജ് എക്സ്പേർട്ട്, നിങ്ങൾക്ക് മലയാളം ലാംഗ്വേജ് എക്സ്പേർട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കാര്യങ്ങൾ ചെയ്യാം. സെൻറ്റൻസ് ട്രാൻസ്ലേഷൻ, അഥവാ നമുക്കൊരു സെൻറ്റൻസ് വരും, അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതിലൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഇതേപോലെ ആ ഒരു PDF ഓപ്പൺ ആക്കി വരും. ഓപ്പൺ ആക്കി വന്നു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ സാലറി വരുന്നത് നിങ്ങൾക്ക് ആദ്യം സാലറി കാണിച്ചു തരാം. 1000 സെൻറ്റൻസ് നിങ്ങൾക്ക് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ 2000 രൂപ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഇവിടെ സ്കിൽസ്, ആവശ്യമായിട്ടുള്ള ബേസിക് കമ്പ്യൂട്ടർ നോളജ് ടൈപ്പിംഗ്, അഥവാ നമുക്ക് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനുള്ള സ്കില്ല് കാര്യങ്ങളൊക്കെയാണ് അവിടെ വരുന്നത്. പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ വരേണ്ടത് ഏത് രീതിയിലുള്ള ക്വാളിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഫ്രഷേഴ്സിനും ആയാലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നമുക്കതിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്നത് സ്പീച്ച് റെക്കോർഡിംഗ് ആണ്. നമുക്ക് സ്പീച്ച് റെക്കോർഡിംഗ് ചെയ്യുക കാര്യങ്ങളാണ്. നമുക്ക് സംഭവം വളരെ സിമ്പിളാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വാക്ക് എഴുതി കാണിച്ച് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്ന് സംസാരിച്ച് കൊടുത്താൽ മതി. ജസ്റ്റ് അത് റെക്കോർഡ് ചെയ്ത് അവർക്ക് അയച്ചു കൊടുക്കുക കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ വരുന്ന വാക്ക്. അപ്പോൾ നമ്മൾ ആ വാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു PDF ആണ് ഡൗൺലോഡ് ചെയ്ത് വരുന്നത്. PDF ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രൊഫൈൽ നെയിം, അഥവാ ഈ ജോബിൻ്റെ പ്രൊഫൈൽ നെയിമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സ്പീച്ച് റെക്കോർഡിംഗ് ഇൻ യുവർ ലോക്കൽ ഡയലക്റ്റ്, അഥവാ നമ്മുടെ ലോക്കൽ ഭാഷയിൽ, അഥവാ മലയാളം ഭാഷയിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി. ഞാൻ മലയാളിയാണെങ്കിൽ മലയാളത്തിലോ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജാണോ കംഫർട്ടായിട്ടുള്ള ആ ലാംഗ്വേജിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം റെക്കോർഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇൻകം ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ വരുന്ന സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള സ്കിൽസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ നാറ്റീവ് ലാംഗ്വേജ് സംസാരിച്ച് റീഡ് ചെയ്യാനുള്ള, നാറ്റീവ് ലാംഗ്വേജസ് സംസാരിക്കാൻ അല്ലെങ്കിൽ നോക്കി വായിക്കാനുള്ള സ്കില്ലുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരാൾക്കും ഈ ഒരു കാലഘട്ടത്തിൽ ഏതൊരാൾക്കും കഴിയുന്ന നിങ്ങളുടെ ഭാഷ നിങ്ങൾക്ക് വായിക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ സ്കില്ല് വരുന്നത്. നിങ്ങൾ +2 വരെയുള്ള ഏതെങ്കിലും ഇതിലോ അല്ലെങ്കിൽ ഡിഗ്രിയോ ഏതെങ്കിലും ലാംഗ്വേജ് നിങ്ങൾ എടുത്തിട്ടുണ്ട്. ഡിഗ്രിയിലൊക്കെ നിങ്ങൾക്ക് ഡിഗ്രി ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഡിഗ്രിയിൽ നിങ്ങൾ ലാംഗ്വേജ് മലയാളമോ ഏതാണ് ലാംഗ്വേജ് വരുന്നത് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിപ്പോൾ ഇതിൽ അപ്ലൈ ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളത് ഉണ്ടായാൽ മതി. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഗ്രി അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഒരു ആൻഡ്രോയിഡ് ഫോൺ വേണം, നിങ്ങൾക്ക് കയ്യിലൊരു ഫോൺ വേണം. പിന്നെ നല്ല രീതിയിലുള്ളൊരു നെറ്റ്വർക്ക് കണക്ഷനും വേണം. ജോബ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഇരുന്നു നിങ്ങൾക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും, എനിവേറാണ്. പിന്നെ ക്വാളിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആർക്കും സിമ്പിളായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇവിടുത്തെ സാലറി വരുന്നതാണ് വളരെ സിമ്പിളായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. 60 മിനിറ്റ് നിങ്ങളിവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 900 രൂപയാണ് നിങ്ങൾക്ക്, അതോ 1 മണിക്കൂറിന് 900 വെച്ച് നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നിങ്ങൾക്ക് എത്ര മണിക്കൂർ ഇതിൽ വർക്ക് ചെയ്യാം, ജസ്റ്റ് ഒരു 5 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഏകദേശം 4500 ആ ഒരു റേഞ്ച് നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു വാക്കിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
നിങ്ങൾക്ക് മുകളിൽ ക്ലിക്ക് ഹിയർ ടു അപ്ലൈ നൗ എന്നുള്ളത് ഒരു ബട്ടണായിട്ട് കാണാനായിട്ട് പറ്റും. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ഗൂഗിൾ ഫോമിലേക്കാണ് നമ്മൾ ഓപ്പൺ ആയിട്ട് വരുന്നത്. ഈ വരുന്ന ഗൂഗിൾ ഫോമിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് നിങ്ങളുടെ മെയിൽ ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിലേക്ക് പോകാനായിട്ട് പറ്റും. ഇപ്പോൾ നെക്സ്റ്റ് പേജ് ഓപ്പൺ ആക്കി വന്നു കഴിഞ്ഞാൽ അതിൽ നിങ്ങളെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, കോൺടാക്ട് നമ്പർ, പിന്നെ അതോടൊപ്പം തന്നെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, പിന്നെ നെയിം ഓഫ് നാറ്റീവ് പ്ലേസ്, ഡിസ്ട്രിക്ട് അഥവാ നമ്മുടെ പേര്, നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് അഥവാ നിങ്ങൾ ഏതാണോ ഡിസ്ട്രിക്ട് വരുന്നത് അത് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ പിൻകോഡ്, പിന്നെ അതോടൊപ്പം തന്നെ നിങ്ങൾ എത്ര വർഷമായിട്ട് മലയാളം അല്ലെങ്കിൽ നിങ്ങളുടെ നാറ്റീവ് ലാംഗ്വേജ് സംസാരിക്കുന്നുണ്ട് എന്നുള്ളത് അവിടെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഏജായി, ഏകദേശം ഒരു ഞാൻ കൊടുക്കുന്ന ഒരു 18 ഇയേഴ്സാണ്. നെയിം ഓഫ് കറണ്ട് പ്ലേസ് അത് ഞാൻ കൊടുക്കാം. പിന്നെ അതോടൊപ്പം തന്നെ പിൻകോഡും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് മദർ ടങ് ഏതാണ് ഇതിൽ വരുന്ന മദർ ടങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലാ ഭാഷകളും ഇന്ത്യയിൽ എല്ലാ ഭാഷകളും ഇതിൽ വരുന്നുണ്ട്. നമ്മുടെ മലയാളം വരുന്നുണ്ട് കേട്ടോ, മലയാളം കൊടുക്കാം. പിന്നെ ഡെസിഗ്നേഷൻ, ജസ്റ്റ് ഓർഗനൈസേഷൻ, അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും കൊടുത്തിട്ടാൽ മതി. പിന്നെ നിങ്ങൾക്ക് CV ഉണ്ട് എങ്കിൽ മാത്രം, CV നിർബന്ധമൊന്നുമല്ല, CV ഉണ്ടെങ്കിൽ മാത്രം CV കൊടുക്കാം. പിന്നെ പാൻ കാർഡ് നമ്പർ, നമ്മൾ പാൻ കാർഡ് നമ്പർ കൊടുക്കുന്നത് നമ്മുടെ പേയ്മെൻറ്റും കാര്യങ്ങളും നമ്മുടെ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഏത് റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെയുള്ള സെറ്റപ്പും അതൊക്കെയാണ് ചോദിക്കുന്നത്. പിന്നെ ലാംഗ്വേജ്, നിങ്ങളുടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, ഈ ടാസ്ക് ഏറ്റെടുക്കാനായിട്ടുള്ള ലാംഗ്വേജ് കാര്യങ്ങളും സെലക്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങളിവിടെ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്ത് സബ്മിറ്റ് ചെയ്ത് കാണിച്ചു. ചിലർക്ക് അറിയാത്ത കാര്യമായിരിക്കും ഈ ഒരു ഡെസിഗ്നേഷനും ഓർഗനൈസേഷനും. ഡെസിഗ്നേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓർഗനൈസേഷൻ നിങ്ങൾ ചെയ്യുന്ന കാര്യം ഏത് ഫീൽഡിലാണ്, ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഏത് ഫീൽഡിലാണ് എന്നുള്ളതാണ് അവിടെ കൊടുക്കേണ്ടത്. ദെൻ ലാസ്റ്റ് നിങ്ങളിവിടെ കമൻസ്, ഈ പെനി നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കമൻസ് കൊടുക്കുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കുക ഒരു കമൻസിൽ നിന്നും കൂടി ആയിരിക്കും. അപ്പോൾ കമൻസ് കൊടുത്ത ശേഷം നിങ്ങൾ ആ ഒരു സബ്മിറ്റ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്പണിംഗ് ജോബിൻ്റെ ഇത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ കൊടുത്ത ഇമെയിലിലേക്കും നിങ്ങൾ കൊടുത്ത ഫോൺ നമ്പറിലേക്കും അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വർക്ക് ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്ത് നല്ല രീതിയിൽ വരുമാനം ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഓരോ മണിക്കൂറിലും 900 രൂപ വരെ നിങ്ങൾക്ക് ഏൺ ചെയ്യാനുള്ളൊരു അടിപൊളി അവസരമാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ എന്തായാലും യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുന്നത്ര വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ളൂ. നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഇതിൻ്റെയൊക്കെ ജോബ് കിട്ടിയവരുടെയൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളിനി കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് മുന്നിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും.